കേരളത്തെക്കുറിച്ച് വസ്തുതാവിരുദ്ധമായ പ്രചരണങ്ങൾ നടത്തുന്നവർ അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് സിനിമയാക്കാൻ പറ്റിയ കുറച്ച് വിവരങ്ങൾ പങ്കുവയ്ക്കാം. പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും നാടായ അങ്ങ് ഗുജറാത്തിൽ 40,000-ത്തിലധികം സ്ത്രീകളെയാണ് കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ കാണാതായത്. കൃത്യമായി പറഞ്ഞാൽ 2016 മുതൽ 2020 വരെയുള്ള കാലയളവിൽ സംസ്ഥാനത്തു നിന്നും കാണാതായത് 41,621 സ്ത്രീകൾ. ഇത് കേരളത്തിലുള്ളവർ പടച്ചുണ്ടാക്കിയ കണക്കൊന്നുമല്ല. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പുറത്തുവിട്ട ഔദ്യോഗിക വിവരങ്ങളാണ്. അതിനാൽ തന്നെ നിങ്ങളിത് വിശ്വസിച്ചേ മതിയാവും. ഈ വസ്തുതകളെല്ലാം ഉൾക്കൊള്ളിച്ച് ദി ഗുജറാത്ത് സ്റ്റോറി എന്ന പേരിൽ ഒരു സിനിമയും ചെയ്യാം. എല്ലാ സംസ്ഥാനങ്ങളിലും ഈ സിനിമ കാണിക്കുകയും വേണം. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം 2016-ൽ 7,105, 2017-ൽ 7,712, 2018-ൽ 9,246, 2019-ൽ 9,268, 2020-ൽ 8,290 എന്നിങ്ങനെയാണ് കാണാതായ സ്ത്രീകളുടെ എണ്ണം. കാണാതായവരിൽ പല സ്ത്രീകളെയും ഗുജറാത്തിന് പുറത്തേക്ക് നിർബന്ധിത ലൈംഗിക വൃത്തിക്കായി കയറ്റി അയക്കുകയാണെന്ന് മുൻ IPS ഉദ്യോഗസ്ഥനും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗവുമായ സുധീർ സിൻഹ പറഞ്ഞിരുന്നു. കൂടാതെ സർക്കാരിനെതിരെ അദ്ദേഹം ഉന്നയിക്കുന്ന വിമർശനങ്ങൾ ഇങ്ങനെയാണ്: സ്ത്രീകളെ കാണാതായ കേസുകൾ പോലീസ് ഗൗരവമായി അന്വേഷിക്കുന്നില്ല. കൊലപാതകത്തേക്കാൾ ഗൗരവത്തോടെ ഇത്തരം കേസുകൾ പരിഗണിക്കണം. ഒരു കുട്ടിയെ കാണാതാകുമ്പോൾ ആ കുടുംബം വർഷങ്ങളോളമാണ് ആ കുട്ടിക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. ബ്രിട്ടീഷ് കാലത്തുള്ളതുപോലുള്ള അന്വേഷണമാണ് ആളുകളെ കാണാതാകുന്ന കേസിൽ ഇപ്പോൾ നടത്തുന്നതെന്നും സിൻഹ പറയുന്നു. മനുഷ്യക്കടത്ത് സംഘങ്ങളാണ് പെൺകുട്ടികളുടെ തിരോധാനത്തിന് പിന്നിലെന്ന് ചൂണ്ടിക്കാട്ടി മുൻ ADGP ഡോക്ടർ രാജൻ പ്രിയദർശിനിയും രംഗത്തെത്തി. കാണാതാകുന്ന വലിയൊരു വിഭാഗം പെൺകുട്ടികളെയും മനുഷ്യക്കടത്ത് സംഘങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ വിൽക്കുകയാണെന്ന് തൻ്റെ കാലത്ത് കണ്ടെത്തിയിരുന്നു. ഖേദ ജില്ലയിൽ SP ആയിരുന്നപ്പോൾ അവിടെ ജോലിക്കെത്തിയ ഉത്തർപ്രദേശുകാരൻ ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ സ്വന്തം നാട്ടിൽ കൊണ്ടുപോയി വിറ്റു. ഫാമിൽ പണിക്കാരിയാക്കി. ആ പെൺകുട്ടിയെ തങ്ങൾ ഇടപെട്ട് മോചിപ്പിക്കുകയായിരുന്നെന്നും രാജൻ പ്രിയദർശിനി സാക്ഷ്യപ്പെടുത്തുന്നു. BJPയുടെ ഭരണകാലത്തെ ഈ മനുഷ്യക്കടത്ത് അത്ര നിസ്സാരമായി കാണാൻ സാധിക്കുന്നതല്ല. കാണാതായവർ എവിടെ പോയെന്ന് പോലും അറിയാതെ ഇപ്പോഴും കാത്തിരിക്കുന്ന കുടുംബങ്ങളും ഉണ്ടാവും. അമ്മമാരും പ്രായപൂർത്തിയാകാത്ത കുട്ടികളും വരെ അക്കൂട്ടത്തിൽ ഉണ്ടാവാം. അവരിൽ നരകയാതന അനുഭവിച്ച് എവിടെയെങ്കിലും ഇപ്പോഴും ജീവിക്കുന്നവരും ഉണ്ടാവും. ചിലർ മരിച്ചിട്ടുമുണ്ടാവാം. ഇത്രയേറെ സ്ത്രീകളെ കാണാതായ വിവരം ലഭിച്ചിട്ടും യാതൊരു നടപടികളും സ്വീകരിക്കാൻ തയ്യാറാകാത്ത സർക്കാർ നിലപാട് തീർത്തും ദുരൂഹമാണ്. ആ നാട്ടിലെ ഭരണ സംവിധാനത്തിൻ്റെ സഹായത്തോടെയാണോ ഈ മനുഷ്യക്കടത്ത് നടന്നിട്ടുള്ളത് എന്ന് മാത്രമാണ് ഇനി അറിയാനുള്ളത്. അങ്ങനെയെങ്കിൽ ഗുജറാത്ത് കലാപത്തിന് ശേഷം ഒരു ജനതയോട് BJP ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാവും. പുറത്തു വന്ന കണക്കുകളിൽ BJP സർക്കാർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. കേരള സ്റ്റോറി എന്ന സിനിമയിലൂടെ കേരളത്തെക്കുറിച്ച് പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്ന BJP ഗുജറാത്തിൽ കാണാതായ സ്ത്രീകളെ